ഒരു സർക്കാർ സ്കൂൾ എങ്ങനെയൊക്കെ ആകരുതെന്ന് മനസ്സിലാക്കാൻ ചവറ കൊറ്റൻകുളങ്ങര സ്കൂളിൽ എത്തിയാൽ മതി. ഏത് സമയവും തകർന്നു വീഴുമെന്ന സ്ഥിതിയിൽ നിൽക്കുന്ന കെട്ടിടത്തിൽ പ്രാണഭയത്തോടെയാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇതാദ്യമായല്ല ചവറ കൊറ്റൻകുളങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടങ്ങൾ ചോർന്നൊലിക്കുന്നത്. എല്ലാ മഴക്കാലവും ഈ സ്കൂളിലെ കുട്ടികൾക്ക് ദുരിതകാലമാണ്. പ്രധാന കെട്ടിടം ഉൾപ്പെടെയുള്ളവ ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലുമാണ്. കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ ഇളകി വീഴുന്നതും പതിവ്. VHSCയുടെ ടൈപ്പ് റൈറ്റിംഗ് ലാബ് പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായെന്ന് കുട്ടികൾ പറയുന്നു. മഴ പെയ്താൽ ഒറ്റ വെള്ളവും പുറത്തു പോകും, മൊത്തം വെള്ളം ആകത്തും. ഞങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ പോലും പറ്റത്തില്ല. പിന്നെ ആ ടൈപ്പ് വെച്ചാൽ ആ ടൈപ്പ് ഞങ്ങൾ 3 മാസമായി ടൈപ്പ് തുടങ്ങിയിട്ട് ക്ലാസ് തുടങ്ങി. ഞങ്ങൾക്ക് ഇതുവരെ ടൈപ്പ് കിട്ടിയിട്ടില്ല. ടൈപ്പ് കിട്ടാൻ കാരണം ആ ബിൽഡിംഗ് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കും. ഞങ്ങൾ വിദ്യാർത്ഥികൾ മുഴുവനും പേടിച്ചാണ് അതിൻ്റെ അകത്ത് പോകുന്നത്. പിന്നെ കുടിക്കാനൊന്നും വെള്ളമില്ല, പിന്നെ ക്ലാസ് മൊത്തം വെള്ളമാണ്. ഞങ്ങൾ പിന്നെ ഇവിടെ 2 സ്ട്രൈക്ക് നടത്തി. PTA പ്രസിഡന്റെല്ലാം പറഞ്ഞു, സാറ് പറഞ്ഞു ഞങ്ങൾ വേണമെങ്കിൽ പഠിച്ചാൽ മതിയെന്ന്. PTA പ്രസിഡന്റ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. സ്കൂളിന് ചുറ്റുമതിലില്ലാത്തതിനാൽ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണിവിടം. ഈ സാമൂഹ്യ വിരുദ്ധ ശല്യമുണ്ട്. പിന്നെ ഇവിടെ നേരത്തെ പരിസരത്തിലൊക്കെ ഉള്ള ചില പഠിച്ചു പോയ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ വന്നിട്ടായാലും ഓട് എറിഞ്ഞു നശിപ്പിക്കുന്ന, അതുപോലെ കളിക്കുന്ന ഗെയിമുകളിൽ ഏർപ്പെടുന്ന കുട്ടികൾ ക്രിക്കറ്റും മറ്റൊക്കെ കളിക്കുമ്പോൾ കുറെ ഓടെ കുറയുന്നുണ്ട്. സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കേണ്ടത് ജില്ലാ ഭരണകൂടമാണെന്ന നിലപാടിലാണ് പ്രിൻസിപ്പളും PTA-യും. ഈ തർക്കത്തിനൊരു തീരുമാനമുണ്ടാകുന്നതിന് മുമ്പ് അത്യാഹിതങ്ങളൊന്നും സംഭവിക്കാതിരുന്നാൽ കുട്ടികളുടെ ഭാഗ്യം. കുട്ടികളുടെ ജീവൻ വെച്ചാണ് അധികൃതർ കളിക്കുന്നതെന്ന് ഒരു നിമിഷം ഓർത്താൽ നന്നായിരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.